السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أما بعد. ആദരണീയരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും എണ്ണിയാൽ ഒതുങ്ങാത്ത അത്രയും അനുഗ്രഹങ്ങൾ നമുക്ക് അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇസ്ലാം എന്നുള്ളത് അല്ലാഹു നമുക്ക് കനിഞ്ഞു നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പല ആളുകൾക്കും കൊടുക്കാത്ത വലിയൊരു അനുഗ്രഹമാണ് ഹിദായത്ത് എന്നുള്ളത്. ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമായി ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി എന്നുള്ളതാണ്. അതിനേക്കാളേറെ യഥാർത്ഥ മുഅ്മിനീങ്ങളാവാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ, നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെ ഒന്ന് ഉറ്റാലോചിച്ചു കഴിഞ്ഞാൽ വളരെയധികം കുഫ്റിലും വലാലത്തിലുമായി കഴിഞ്ഞുകൂടുന്ന ഒരു സമൂഹമാണ്. നമുക്കറിയാം, അതിൽ നിന്നെല്ലാം ഉപരി ഈമാൻ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈമാനിന്റെ മാധുര്യം അത് ആസ്വദിക്കാൻ കഴിയണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആസ്വദിക്കാൻ കഴിയാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മൾ പലപ്പോഴും മുഅ്മിനീങ്ങളാണെന്ന് പറയാറുണ്ട്, പക്ഷെ ഈമാനിന്റെ വക്താക്കളുടെ പല ഗുണങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ പക്കലില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഞാൻ എന്നെക്കുറിച്ച് ആലോചിക്കാം, ഓരോരുത്തരും അവരവരെ കുറിച്ച് ആലോചിക്കാം. എത്രമാത്രം ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ട് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും. അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള, നിങ്ങളുടെ മേൽ അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ദിക്ർ ചെയ്യുക, സ്മരിക്കുക. ആലോചിച്ചു നോക്കൂ, പല ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഈമാൻ അല്ലെങ്കിൽ ഈ ഇസ്ലാം നൽകിയില്ല എന്നുള്ളതാണ്. വമാ അക്സറു നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതുകൊണ്ട് തന്നെ ഈമാൻ ലഭിച്ച ഞാനും നിങ്ങളും വളരെയധികം ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു വിഷയമാണ്. എനിക്ക് ലഭിച്ച ഈ ഈമാൻ അത് നിലനിർത്താനുള്ള പരിശ്രമം അവസാനം എന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് എന്നിൽ നിന്ന് വേർപെടുന്നത് വരെ ഈ ഈമാനിനെ സംരക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതിനുള്ള പരിശ്രമമായിരിക്കണം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഉണ്ടാവേണ്ടത് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാം എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹം എന്നതുപോലെ തന്നെയാണ് അള്ളാഹു നമുക്ക് നൽകിയ ആഫിയത്ത്, ആരോഗ്യം എന്നുള്ളത്. ഈ ആരോഗ്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര അവശരായ, രോഗികളായ, നിത്യരോഗികളായ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ആശുപത്രി വരാന്തയിൽ കൂടി നടന്നാൽ ഓരോ നിമിഷവും അവർ ഒഴുക്കുന്ന കണ്ണുനീരുകളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അവർ അനുഭവിക്കുന്ന വേദനകൾ, കടിച്ചു പിടിച്ച് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾ, ക്യാൻസർ പോലെയുള്ള മാറാരോഗികൾ, അതുപോലുള്ള നിത്യരോഗികളെ കാണുമ്പോൾ നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുമെന്നുള്ളതാണ്. അത് വളരെ ഗൗരവത്തോടുകൂടി തന്നെ നമ്മൾ കാണണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു അനുഗ്രഹമാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല
ആരുടെയും മുന്നിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഫക്കറിന്റെ, ഒരു ദാരിദ്ര്യത്തിന്റെ അവസ്ഥ അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ മുന്നിലല്ലാതെ കൈ നീട്ടാനുള്ള, അല്ലെങ്കിൽ കൈ ഉയർത്താനുള്ള, അല്ലെങ്കിൽ തല താഴ്ത്താനുള്ള ഒരവസ്ഥ അവന്റെ മുന്നിലല്ലാതെ അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല. നമ്മളൊക്കെ ഫുഖറാക്കളാണ്. പക്ഷെ ആരുടെ മുന്നിൽ? അള്ളാഹുയുടെ മുന്നിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ദുആ ചെയ്യുമ്പോൾ പറയാറുണ്ട്, അല്ലാഹുമ്മ അൻതൽ ഗനി വനഹ്നുൽ ഫുഖറാ. അള്ളാഹുവേ, നീയാണ് ഗനി, ഞങ്ങളൊക്കെ ഫുഖറാക്കളാണ്. അത് അള്ളാഹുവിന്റെ മുന്നിലാണ്. അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ തല താഴ്ത്തുന്നു, കൈകൾ ഉയർത്തുന്നു, കൈകൾ നീട്ടുന്നു, നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു. പക്ഷെ ഈ ഒരു അവസ്ഥ നമ്മൾ ഒരിക്കലും ജനങ്ങളുടെ മുന്നിൽ നമ്മൾ കൈകൾ നീട്ടുന്നില്ല, തലകുനിക്കുന്നില്ല. കാരണം ആ ഇസ്സത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഗനിയിൽ കൂടി അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. സാമ്പത്തിക അവസ്ഥ എന്ന് ആലോചിക്കുമ്പോൾ ഓരോരുത്തരും വിചാരിക്കുക വലിയ ലക്ഷപ്രഭുക്കളാകാം, അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാപനങ്ങളുടെ ഉടമകളാവുക. അങ്ങനെയല്ല, മറിച്ച് ഓരോ ദിവസവും കഴിയാനുള്ള ആ ഒരു അവസ്ഥ, ആ കൂത്ത് അള്ളാഹു നമുക്ക് ആ കനാഅത്ത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാറുള്ള ഒരു മാനസികാവസ്ഥ നമുക്കൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കൂ. നമ്മുടെ സ്വന്തം ശരീരത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം അനുഗ്രഹങ്ങളാണ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. നമ്മുടെ ഈ കണ്ണിന്റെ കാഴ്ച ശക്തിയെ കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ കണ്ണിന്റെ മിഴികൾ, ആ മിഴികൾ ഓരോന്നും തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെ കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പ്രയാസം, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് പ്രയാസം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ബാഹ്യശക്തികൾ ആ കണ്ണിലേക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണടക്കുന്നു. ആരാണ് ഈ കണ്ണുകൾ അടുപ്പിക്കുന്നത്? നമ്മുടെ എന്തെങ്കിലും കഴിവുകളാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങളും ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, സഹോദരങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ദിവസേന ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണം കഴിക്കുന്നതിന്റെ തോത് നമ്മുടെ ശരീരത്തിന് വേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശരീരത്തിൽ പോഷിപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിസർജ്യത്തിലൂടെ കൂടി അല്ലാഹു പുറന്തള്ളുന്നു. ഈ ഒരു അവസ്ഥ മനുഷ്യർക്കില്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? സഹോദരങ്ങൾ, മൂത്രമൊഴിക്കാനുള്ള ഒരു അവസ്ഥ പോലും ഒരു മനുഷ്യന് തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ പ്രയാസം എത്ര മാത്രമായിരിക്കും? സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കണം. എത്ര അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ അനുഗ്രഹത്തെ കുറിച്ച് ആലോചിക്കുവാനും ചിന്തിക്കുവാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ഇമാം മുസ്നി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ വലിയൊരു വസിയത്ത് നമുക്ക് കാണാൻ സാധിക്കും. യാ ഇബ്ന ആദം, ഇദാ അറദ്ത അൻ തഅലമ ഖദറ മാ അൻഅമ അല്ലാഹു അലൈക്. നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയ ഖദർ, നിഅമത്തിന്റെ ഖദർ, തോത്, അത് നിനക്ക് അറിയണമെങ്കിൽ ഫഗമ്മിദ് ഐനക, നീ നിന്റെ കണ്ണുകൾ അടച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ കണ്ണിന്റെ കാഴ്ചശക്തി നമുക്ക് പിന്നെ ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു എന്നതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ പറയാറുള്ളത്, കണ്ണിന്റെ വില അറിയണമെങ്കിൽ അത് നഷ്ടപ്പെട്ടവന് അതിന്റെ കണ്ണിന്റെ വില അറിയുള്ളൂ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഓരോ അനുഗ്രഹങ്ങളും നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അള്ളാഹു തന്ന ഓരോ അനുഗ്രഹങ്ങളും നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ നന്ദിയുള്ളവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. പലപ്പോഴും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അത് നമ്മൾ ആസ്വദിക്കുകയും അള്ളാഹുവിനെതിരായി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. എത്ര അനുഗ്രഹങ്ങൾ തന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അത് ഉപയോഗപ്പെടുത്തുന്നതിന് പകരം, പരലോകത്തേക്ക് വേണ്ടി അതിന് പകരം നമ്മൾ ദുനിയവിയായ വളരെ നിസ്സാരമായ ദുനിയാവിന് വേണ്ടി ഹറാമുകൾ ചെയ്യുന്ന അവസ്ഥ, ഹറാമുകൾ സമ്പാദിക്കുന്ന അവസ്ഥ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നാളെ പരലോകത്ത് അള്ളാഹു ചോദ്യം ചെയ്യുമ്പോൾ എന്താണ് എനിക്കും നിങ്ങൾക്കും ഉത്തരം പറയാൻ ഉണ്ടാവുക എന്ന് ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് കാണാം, ഇന്ന അവ്വല മാ യസ്അലു അൻഹു യൗമൽ ഖിയാമഹ അയ്യുഖാല ലഹു. ആദ്യമായി പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, നിനക്ക് സിഹത്തുള്ള ഒരാരോഗ്യം, ഒരു ശരീരം നാം നിങ്ങൾക്ക് നൽകിയില്ലേ? ആരോഗ്യമുള്ള ശരീരം നൽകിയില്ലേ? അതുപോലെ തന്നെ തണുത്ത വെള്ളം കുടിക്കാനുള്ള തണുത്ത വെള്ളം നാം നിങ്ങൾക്ക് നൽകിയില്ലേ എന്ന് ചോദിക്കും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ അള്ളാഹു നൽകിയ അനുഗ്രഹമാണെന്ന് ചിന്തിക്കാനും മനസ്സിലാക്കാനും സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി മഖ്ബൂന ഫീഹിമാ കസീറു മിനൻ നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ്.
രണ്ട് കാര്യങ്ങൾ പല ആളുകളും മറന്നുപോകുന്ന നിഅമത്തുകൾ, അതിൽ ഒന്ന് ആരോഗ്യമാണ്. ഈ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു കൊണ്ടേയിരിക്കുക. ഇതെങ്ങാനും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു വേളയിൽ ഇതൊന്നും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിന്റെ ഇടിപ്പൊന്ന് ഒന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന് ശേഷമുള്ള അവസ്ഥകൾ? എത്രമാത്രം പ്രയാസത്തിലായിരിക്കും. ഏതെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു കെമിക്കൽ കണ്ടീഷൻസ്, അതിന് ചെറിയൊരു വേരിയേഷൻ, ചെറിയൊരു മാറ്റം വരുമ്പോഴത്തേക്കും നമുക്ക് പല പ്രയാസങ്ങളും കടന്നു വരാണ്. ഇത് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു തലവേദന പോലും സഹോദരങ്ങളെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നാളെയുടെ ലോകത്ത് അള്ളാഹു സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള നരകത്തിന്റെ ഭയാനകരമായ ശിക്ഷകൾ എത്രമാത്രമായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതുകൊണ്ട് സഹോദരങ്ങൾ, കിട്ടിയ നിഅമത്തിനെ, കിട്ടിയ അനുഗ്രഹത്തെ അത് നന്ദിയുള്ളവരാകാൻ നമുക്ക് സാധിക്കണമെന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ആര് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നുവോ, ആ കിട്ടിയ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു നൽകുമെന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ അനുഗ്രഹം, അള്ളാഹുവിന്റെ റഹ്മത്ത് വീണ്ടും വീണ്ടും ഓരോ ആയത്തുകൾ കേൾക്കുമ്പോഴും, ഓരോ ഹദീസുകൾ കേൾക്കുമ്പോഴും, മുഅ്മിനീങ്ങൾക്ക് നൽകിയ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നൽകി ഒരുക്കി വെച്ചിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും ആലോചിക്കുമ്പോൾ സഹോദരങ്ങളെ, നമുക്ക് എങ്ങനെയാണ് നന്ദിയുള്ളവരാവാതിരിക്കാൻ സാധിക്കുക? നമ്മൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മറ്റൊരു അനുഗ്രഹമാണ്, ഒരു അനുഗ്രഹത്തിന് നന്ദി കാണിക്കുമ്പോൾ അള്ളാഹു നൽകുന്നത് എന്താണ്? അതിനേക്കാളും അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകുന്നുള്ളതാണ്. ഇങ്ങനെയുള്ള റബ്ബ് നമുക്കുണ്ടായിരിക്കെ, ഇങ്ങനെയുള്ള റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കെ, എങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കാൻ സാധിക്കുക? നമുക്ക് നൽകിയ മക്കൾ അനുഗ്രഹങ്ങളാണ്, സമ്പത്ത് അനുഗ്രഹങ്ങളാണ്, ജോലി, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ കച്ചവടം ഒക്കെ വലിയ അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നന്ദിയുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലഇൻ കഫർതും, ഇനി നിങ്ങൾ എങ്ങാനും നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ ഇന്ന അദാബി ലശദീദ്, തീർച്ചയായും എന്റെ ശിക്ഷ കഠോരമായിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ചെറിയൊരു ശിക്ഷ, ദുനിയാവിലെ ഏതെങ്കിലും ചെറിയൊരു പ്രയാസം പോലും നമുക്ക് സഹിക്കാൻ സാധിക്കില്ല, ഉറപ്പാണ്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എത്ര പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികൾ, ചെറിയ പ്രതിസന്ധികൾ, വളരെ നിസ്സാരമായ കാര്യങ്ങൾ പോലും നമുക്ക് സഹിക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ പലപ്പോഴും കണ്ണീരുകൾ ഒഴുക്കിയിട്ടുണ്ട്, പല പ്രയാസങ്ങളും അനുഭവിച്ചിട്ട് ബേജാറായിട്ടുണ്ട്, പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ആലോചിച്ച് നോക്കൂ. ദുനിയാവിലെ ചെറിയ പ്രയാസങ്ങൾ പോലും നമുക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. ഒരു തലവേദന, ഒരു പനി, അല്ലെങ്കിൽ ഏതെങ്കിലും ശാരീരികമായ ഏതെങ്കിലും രോഗങ്ങൾ, അത് വരുമ്പോഴത്തേക്കും മനുഷ്യരാകെ ദുർബലനാവുകയാണ്, ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ്. അത്രയും നാളിൽ സിംഹത്തെ പോലെ ഗർജിച്ച മനുഷ്യൻ ഒരു ചെറിയ നിസ്സാരമായ ഒരു രോഗം വരുമ്പോഴത്തേക്കും അവൻ ആകെ പ്രയാസപ്പെട്ട് വേവലാതിപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താണ്. ദുനിയാവിൽ ഒരു ചെറിയ പ്രയാസം പോലും നമുക്ക് സഹിക്കാൻ കഴിയില്ലെങ്കിൽ സഹോദരങ്ങളെ, നരകത്തിന്റെ അവസ്ഥകൾ എന്തായിരിക്കും? നരകത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള അവസ്ഥകളെ കുറിച്ച് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഭയപ്പെട്ടിട്ടുണ്ടോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നന്ദിയുള്ളവരാവുക എന്നുള്ളതാണ് ആദ്യമായി എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നന്ദി പല രൂപത്തിൽ പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ചു തന്നതായി കാണാം. ആദ്യമായി വേണ്ടത്, ഈ ഒരു കാര്യം, ഈ ഒരു ജോലി, ഈ ഒരു വിദ്യാഭ്യാസം, ഈ എന്റെ മക്കൾ, എന്നെ സ്നേഹിക്കുന്ന എന്റെ ഭാര്യ, അതുപോലെ തന്നെ എന്റെ കുടുംബം, ഇത് അള്ളാഹു ഏതൊരു അനുഗ്രഹമാണ്, ചെറുതും വലുതുമായ എന്തൊരു അനുഗ്രഹമാണെങ്കിലും ഇത് അള്ളാഹു എനിക്ക് നൽകിയതാണ് എന്നുള്ള തിരിച്ചറിവാണ് ആദ്യം നമുക്ക് വേണ്ടത്. ഹൃദയം കൊണ്ടുള്ള തിരിച്ചറിവ്, ഇതെനിക്ക് എന്റെ റബ്ബ് സുബ്ഹാനഹു വ തആല എന്റെ ഒരു ഫദ്ലുമില്ലാതെ, എന്റെ ഒരു അധ്വാനവും ഇല്ലാതെ അള്ളാഹു എനിക്ക് ഔദാര്യമായി നൽകിയതാണെന്നുള്ള ചിന്തയാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഈ ഒരു തിരിച്ചറിവ് മനുഷ്യർക്ക് ഉണ്ടായാൽ പിന്നെ സഹോദരങ്ങളെ, തുടർന്നുള്ള ഓരോ കാര്യങ്ങളും നന്ദിയുള്ളവരായി ജീവിക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു തിരിച്ചറിവ് പോലും ഇല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ച്, അതുപോലെ തന്നെ കിബർ കാണിച്ച് അഹങ്കരിച്ച് നടക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ സഹോദരങ്ങളെ, ഈ നിഅമത്ത് എപ്പോഴും നഷ്ടപ്പെടാമെന്നുള്ളൊരു ചിന്ത എത്ര പണക്കാർ ദാരിദ്ര്യാവസ്ഥയിലായിക്കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ കൈകൾ നീട്ടേണ്ട അവസ്ഥ നമ്മൾ പല അവസ്ഥകളിലും കണ്ടിട്ടുണ്ട്. പല പ്രകൃതി ക്ഷോഭങ്ങൾ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷയോ പരീക്ഷണവുമാണ്. ഒരു ഭൂകമ്പങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ള പരീക്ഷണങ്ങളോ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമ്പോഴത്തേക്കും അത്രയും വലിയ മണിമാളികളിൽ താമസിച്ച മനുഷ്യൻ, രാജാവിനെ പോലെ ജീവിച്ച മനുഷ്യൻ
ആളുടെ മുന്നിൽ കൈകൾ നീട്ടിയ അവസ്ഥകൾ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ചാരിറ്റികളുടെ മുന്നിൽ നിന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് സഹോദരൻ, ആരും അഹങ്കരിക്കരുത്. ആരും ഇതെല്ലാം എന്റെ കഴിവ് കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന ഖാറൂനിന്റെ ആ ഒരു സ്വഭാവം നമ്മുടെ ആരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് ഇതെന്റെ റബ്ബ് എനിക്ക് കനിഞ്ഞു നൽകിയ ഔദാര്യമാണെന്നുള്ള ചിന്ത, ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹമാണെന്ന തിരിച്ചറിവാണ് ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അതോടൊപ്പം നമ്മുടെ നാവ് കൊണ്ട് അതിനെ നന്ദി കാണിക്കുക എന്നുള്ളതാണ്. ശുക്ർ ചെയ്യുക. ഹംദ് ചെയ്തും ഓരോ നിത്യേന നമ്മൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ദിക്റുകൾ ചെയ്യാൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പഠിപ്പിച്ചു തന്ന ദിക്റിൽ നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ നിരന്തരമായി ദിക്ർ ചെയ്യുന്ന ഒരു അവസ്ഥ. പല സന്ദർഭങ്ങളിലും ഒരു അനുഗ്രഹം കിട്ടിയാൽ ഏറ്റവും ചുരുങ്ങിയത് അൽഹംദുലില്ലാഹ് എന്ന് പറയാനുള്ള ഒരു സന്മനസ്സെങ്കിലും നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. പലപ്പോഴും അതുപോലും മനുഷ്യൻ മറന്നുപോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, രണ്ടാമതായി വേണ്ട ഒരു കാര്യമാണ് നാവ് കൊണ്ട് അതിന് ശുക്ർ ചെയ്യുക എന്നുള്ളത്. നാവ് കൊണ്ട് ശുക്ർ ചെയ്യുന്നതിന്റെ ഭാഗം കൂടിയാണ് എന്ത്? നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഇതെന്റെ റബ്ബ് തന്നാണ്, എല്ലാം റബ്ബിലേക്ക് ചേർത്തി പറയുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകണം. ഇത് നമുക്ക് നല്ലൊരു വാഹനം നമുക്ക് ലഭിച്ചെങ്കിൽ അൽഹംദുലില്ലാഹ് ഇതെനിക്ക് എന്റെ റബ്ബ് നൽകിയതാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദ്ദിസ്. നിന്റെ റബ്ബ് നിനക്ക് നൽകിയ നിഅമത്ത് അതിനെക്കുറിച്ച് നീ ജനങ്ങളോട് പറയാൻ പൊങ്ങച്ചം കാണിക്കാനല്ല, മറിച്ച് ആളുടെ മുന്നിൽ പെരുപ്പം കാണിക്കാനല്ല, മറിച്ച് ഇതെന്റെ റബ്ബ് എനിക്ക് നൽകിയതാണ് എന്നുള്ള ആ തിരിച്ചറിവോട് കൂടിയുള്ള ആ ശുക്രിന്റെ ഒരു കാര്യമാണ് ജനങ്ങളോട് പറഞ്ഞു നടക്കുക. എന്താ? ഇത് അള്ളാഹു എനിക്ക് നൽകിയതാണ്, അള്ളാഹുവിലേക്ക് ചേർത്തി പറയാന്നുള്ളത്. മൂന്നാമത്തെ കാര്യം എന്നുള്ളത് സഹോദരങ്ങളെ, നമ്മുടെ ശരീരം കൊണ്ട് അള്ളാഹുവിനെ ശുക്ർ ചെയ്യുക എന്നുള്ളത്. രണ്ട് കാര്യങ്ങൾ, ഹൃദയത്തിൽ നമുക്ക് ശുക്ർ ഉണ്ടാകണം, നാവ് കൊണ്ട് ശുക്ർ ചെയ്യണം. അതോടൊപ്പം മൂന്നാമതായി വേണ്ടത് ശരീരം കൊണ്ട് നമ്മൾ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ താഴത്തിലായി കഴിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ആജ്ഞാ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ജീവിപ്പിച്ചുകൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അതാണ് ശരീരം കൊണ്ടുള്ള നല്ല ഇബാദത്തുകൾ. അള്ളാഹു സ്വീകരിക്കുന്ന ഇബാദത്തുകൾ ചെയ്യാൻ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സ് മന്ത്രിക്കുകയും അതിനുവേണ്ടി നിരന്തരം നമ്മൾ പ്രയത്നിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അലസന്മാരായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. സഹോദരൻ, കണ്ടില്ലെങ്കിൽ പള്ളി റമദാനിലേക്ക് അടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പള്ളികൾ ഇങ്ങനെ നിറയാൻ തുടങ്ങുകയാണ്. സാധാരണ സ്ഥിരമായി പോകുന്ന ആളുകൾക്ക് സ്ഥലമില്ലാത്ത അവസ്ഥയിലേക്ക് എത്താണ്. മനുഷ്യന്മാർ ഒരു മാറ്റത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പാണ്. ആ മാറ്റത്തിലേക്കുള്ള തയ്യാറെടുപ്പ് യഥാർത്ഥത്തിൽ റമദാനിലേക്ക് മാത്രമാവരുത്, അതിന് മാത്രം ചുരുങ്ങുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ആവരുത് എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് ഈ ക്ലാസ്സിന്റെ അവസാന ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ശരീരം കൊണ്ടുള്ള അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ മത്സരിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. എന്തെല്ലാം വിഷയത്തിൽ നമ്മൾ മത്സരിക്കാറുണ്ട്. ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരമാണല്ലോ നമ്മൾ ജോലിയിലും കച്ചവടത്തിലും ഒക്കെ നമ്മൾ ദുനിയാവിൽ കാണുന്നത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് അവിടെ കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ മാറ്റിവെച്ച് നാളെ പരലോകത്ത് ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവൻ പരലോകത്തേക്ക് വേണ്ടി മത്സരിക്കട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആ ഒരു കാര്യം ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ്. ആ പരലോകത്തേക്ക് വേണ്ടി മത്സരിക്കാൻ എല്ലാരെക്കാൾ കൂടുതൽ ഒന്നാമത്തെ സഫിൽ ഞാൻ ഉണ്ടാകണം എന്ന് ചിന്തിക്കാൻ, എന്ന് മത്സരിക്കാൻ നമുക്ക് സാധിക്കണം. ഓരോ ഇബാദത്തുകളുടെ വിഷയത്തിലും അത് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിച്ച് കാണണം എന്നുള്ളതാണ് ഉറപ്പെടുത്താനുള്ളത്. നാലാമത്തെ കാര്യം എന്നുള്ളത് സഹോദരങ്ങളെ, ഈ ഒരു വിഷയത്തിൽ ഒരിക്കലും നന്ദി കെട്ട സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരവസ്ഥ, അള്ളാഹു റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതിന് നേരെ വിപരീതം ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താടി നീട്ടി വളർത്താൻ നമുക്ക് സാധിക്കണം. താടി വടിച്ചുകൊണ്ടിട്ടുള്ള അവസ്ഥ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. ഏതൊരു വിഷയത്തിലും ഞാൻ ഒരു ചുരുക്കത്തിൽ ചില വിഷയങ്ങൾ ഒന്ന് ഓടിച്ചു പോകുക എന്ന് മാത്രമാണ്. അതുകൊണ്ട് ഒരു രീതിയിലുള്ള തിന്മകളും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണ്ട സഹോദരങ്ങളെ, പണ്ടൊക്കെ ഒരു ഹറാമ് ചെയ്യണമെങ്കിൽ പാത്തും പതുങ്ങിയായിരിക്കണം. ഒരു നാട്ടിൽ നിന്ന് മാറി നിന്നാണ് പലപ്പോഴും പല ആളുകളുടെയും ചെറുപ്പകാലത്ത് കണ്ടിട്ടാണ് അവരൊക്കെ തിന്മകൾ ചെയ്യാൻ വേണ്ടി ഒളിച്ചും പാത്തും പതുങ്ങിയും ഒക്കെയാണ് തിന്മകൾ ചെയ്തിരുന്നത്. അന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്നുള്ളത് അത് മാറി മാറി എല്ലാം വിരൽ തുമ്പിലാണ്. ഒരു ഹറാമ് ചെയ്യാനുള്ള അവസ്ഥ വിരൽ തുമ്പിലാണ്. നമ്മുടെ
നേരെ ഉമ്മറപ്പുറത്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഡോറിന്റെ തൊട്ടപ്പുറമുണ്ട് ഹറാമുകൾ. അത് ചെയ്യാനുള്ള അവസ്ഥകൾ ഒക്കെ എന്താണ്, സാഹചര്യങ്ങൾ വളർന്നു വന്ന ഒരു സാഹചര്യമാണ് ഇന്നിന്റെ സാഹചര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഹറാമുകളെ കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട്, ഈ ഹറാമുകളിൽ പതിക്കുന്നതിനെ കുറിച്ച് ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം ഒരു മുഅ്മിന്റെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരിച്ചെന്നില്ലേ, ഒരു സത്യവിശ്വാസി എന്ന് പറയുന്ന സത്യവിശ്വാസി ഒരു ഹറാമിനെ കാണുന്നത് എങ്ങനെയാണ്? തന്റെ നേർക്കു മുകളിൽ വലിയ പാറക്കല്ല് തന്റെ ശരീരത്തിലേക്ക് വീഴുമെന്നുള്ള ഭയം, ആ ഭയത്തോടുകൂടി ഒരുവൻ ഏത് രൂപത്തിലായിരിക്കും അതിന്റെ താഴെ നിൽക്കുക? എപ്പോഴും പതിക്കാമെന്നുള്ള ഒരു ജാഗ്രത, ആ ഒരു അവസ്ഥയായിരിക്കും ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. എന്നാൽ സത്യനിഷേധിയായ ആളുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞത്, മൂക്കിൽ ഒരു ഈച്ച വന്ന് പതിക്കുന്ന ഒരവസ്ഥ. എത്ര നിസ്സാരമായി അതിനെ തട്ടുമോ ആ രൂപത്തിൽ അതിനെ തട്ടിക്കളയുന്ന, നിസ്സാരമാക്കി കളയുന്ന ഒരവസ്ഥ ഈ തിന്മയുടെ വിഷയത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലൊക്കെ എല്ലാ തിന്മകളും നിസ്സാരവൽക്കരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഭയപ്പെടണം. കാഫിറുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കിനെ കുറിച്ച് വിശേഷിപ്പിച്ച കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എന്നുള്ള ഒരു ഭയപ്പാട് നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് ജീവിതത്തിൽ തിന്മകൾ ഇല്ലാതെ ജീവിക്കാൻ പരമാവധി എല്ലാ അള്ളാഹുവിന്റെ താഴത്തിലായി കഴിഞ്ഞുകൂടുകയും, അതുപോലെ തന്നെ തിന്മകൾ പരിപൂർണമായി നമ്മളുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ശുക്രിന്റെ ഭാഗമാണ്, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കാം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മളൊക്കെ ഭയപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇങ്ങനെ തിന്മകളിൽ അധികരിച്ച് പല ആളുകളും വിചാരിക്കും, ഇത്ര തിന്മകൾ ചെയ്തിട്ടും എനിക്കൊരു കുഴപ്പമില്ലല്ലോ. പല ആളുകൾ ചിന്തിക്കാൻ അങ്ങനെയാണ്. പല ആളുകളും, മുസ്ലിം നാമധാരികളായ ആളുകൾ പല ഹറാമുകളും വ്യാപകമായി ചെയ്യുമ്പോഴും അവർക്കൊന്നൊരു പ്രയാസമില്ലല്ലോ. സഹോദരങ്ങൾ, അതിന് നമ്മൾ ഇസ്തിദ്റാജ് എന്നാണ് പറയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പടിയെ പിടിക്കും. ഒരു 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 പെട്ടെന്നുള്ളൊരു പിടുത്തായിരിക്കില്ല, അങ്ങനെ അഴിച്ചുവിടും കുറച്ച്. അങ്ങനെ തിന്മകൾ ഇങ്ങനെ മുങ്ങി കുളിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പിടുത്താണ്. ആ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹോദരങ്ങൾ ഒരാൾക്കും സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ അവസ്ഥകൾ കണ്ട് നമ്മൾ വഞ്ചിതരാവരുത്. തിന്മകൾ, എന്റെ ജീവിതത്തിൽ ഒരു തിന്മ സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എനിക്ക് നൽകിയ നിഅമത്ത് അള്ളാഹു എടുത്തു കളയുമോ എന്നുള്ളൊരു ഭയമാണ് എനിക്ക് ഉണ്ടാകേണ്ടത്. അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരം ദുആ ചെയ്യാൻ നമ്മളോട് പഠിപ്പിച്ചൊരു കാര്യമാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക്. നമ്മൾ ചൊല്ലാറില്ലേ, ദുആ ചെയ്യാറില്ലേ അല്ലെ? പലപ്പോഴായി നമ്മൾ ദുആ ചെയ്യാറുണ്ട്, അള്ളാഹുവേ, നീ നൽകിയ അനുഗ്രഹങ്ങൾ എന്നിൽ നിന്ന് എടുത്തു കളയുന്നതിനെ കുറിച്ച്, മാറ്റിക്കളയുന്നതിനെ കുറിച്ച് അള്ളാഹുവെ ഞാൻ എന്നോട് ശരണം തേടുന്നു, അഭയം തേടുന്നു എന്നുള്ളതാണ്. അപ്പൊ കിട്ടിയ നിഅമത്ത് അത് ഏത് വിഷയത്തിലാണെങ്കിലും, എത്ര ചെറിയ അനുഗ്രഹമാണെങ്കിൽ പോലും ആ അനുഗ്രഹങ്ങൾ നമ്മിൽ നിന്ന് വിട്ടുമാറിപ്പോവാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മുടെ ഏതെങ്കിലും പ്രവർത്തനം കൊണ്ട് അത് കാരണമാകരുത് എന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിരന്തരമായി നമ്മൾ നിസ്കാരത്തിന്റെ അവസാനം നമ്മൾ ചൊല്ലാറുള്ള ദുആ അത് മനസ്സിരുത്തി ചൊല്ലണം എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പല ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാല്, ഇബാദത്തുകളൊക്കെ ചെയ്യുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, പല ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു യാന്ത്രികമായുള്ള ഒരു ഒരു മഴവെള്ളപ്പാച്ചലിൽ എങ്ങനെയാണ് ഒഴുകുന്നത്, ചളികൾ ഒഴുകുന്നത്, അതുപോലെ ഇങ്ങനെ പോവാണ് നമ്മൾ. യാന്ത്രികമായിട്ട് പല ഇബാദത്തുകളിൽ കഴിഞ്ഞുപോഴാണ്. നോമ്പ് നോക്കുന്ന ആളുകളുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുണ്ട്, പക്ഷെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും കാണുന്നില്ല. എന്താ കാരണം? അവന്റെ നിസ്കാരമായിട്ടില്ല, അവന്റെ നോമ്പ് യഥാർത്ഥ നോമ്പായിട്ടില്ല. പരിശോധിക്കണം നമ്മൾ ഓരോരുത്തരും, എന്താ എന്റെ പ്രശ്നം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ദിക്റുകളും രാവിലെയും വൈകുന്നേരം ബാക്കിയുള്ള പല സന്ദർഭങ്ങളിലെ ദിക്റുകളും ചെല്ലുന്നുണ്ട്, പക്ഷെ അതും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണുന്നില്ല. എന്താണ്? പരിശോധിക്കാൻ നമ്മൾ സ്വയം. കാരണം എന്റെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളും ആസ്വദിച്ചൊരു ആസ്വാദനം ഉണ്ടായിരുന്നു ഇബാദത്തുകൾക്ക്. സഹോദരൻ, പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്, മുഅ്മിനീങ്ങളാണ്, സലഫികളാണ്, തൗഹീദുള്ളവരാണ്, അഹ്ലുസുന്നന്റെ ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ്. സുന്നത്തുകൾ ചെയ്യുന്നു, പക്ഷെ ആ സുന്നത്തുകള് ആസ്വദിച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിസ്കാരം ഒരു ഭാരം, വലിയൊരു ഭാരം പോലെ, വലിയൊരു ഭാരമായി തോന്നുന്ന ഒരവസ്ഥ നമുക്കൊക്കെ ഉണ്ടെങ്കിൽ, ഏതൊരു വിഭാഗത്തിനും അതൊരു ഭാരമായി തോന്നുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ഒന്നുകൂടി പുനഃപരിശോധിക്കണം. നമ്മുടെ അമലുകൾക്ക് എവിടെയാ പ്രശ്നങ്ങൾ എന്ന് പരിശോധിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. നിസ്കാരത്തിന്റെ അവസാന ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ഒരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഇത് ചെല്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല, നിസ്കാരത്തിന് ശേഷം ചെല്ലുന്നവരുണ്ടാകാം. എന്നിരുന്നാലും സഹോദരങ്ങളെ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ, ശുക്ർ ചെയ്യാൻ യഥാർത്ഥ രൂപത്തിൽ, അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിലുള്ള ദിക്റും
ശുക്രും ഒക്കെ ചെയ്യാനുള്ള തൗഫീക്കിന് വേണ്ടി നമ്മൾ നിരന്തരം, അതിന്റെ സഹായത്തിന് വേണ്ടി നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം ദുആ ആണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്ദിയുള്ളവരായി ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പലപ്പോഴും ഖുർആനും ഹദീസുകളും ഒക്കെ നമ്മൾ പല ദർസുകളിലായി, പല ക്ലാസ്സുകളിലായി, പല ഖുതുബകളിലായി, അതുപോലെ തന്നെ പല ലേഖനങ്ങളിലായി വായിക്കാറും അതുപോലെ കേൾക്കാറൊക്കെ ഉണ്ട്, കാണാറൊക്കെ ഉണ്ട്. പക്ഷെ ഈ പരിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള മാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല. ഹദീസുകൾ അതിന്റെ ഗാംഭീര്യത്തോടു കൂടി അതിനെ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് സാധിക്കുന്നില്ല. എന്താണെന്ന് നമുക്ക് പരിശോധിച്ചു കൊണ്ട് സഹോദരൻ, നമ്മൾ എല്ലാറ്റിനേക്കാൾ ഏറെ നമ്മൾ പറയും ഒന്നാം പ്രമാണം ഖുർആനാണ്, രണ്ടാം പ്രമാണം ഹദീസാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു നടക്കും. പക്ഷേ പലപ്പോഴും അത് ജീവിതത്തിൽ തന്നെ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അതിന്റെ ശരിയായ അകക്കാമ്പ് നമ്മുടെ ജീവിതത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട്? നമ്മൾ ആലോചിച്ച് നോക്കൂ. മുൻഗാമികൾ അവർ ഈ മാറ്റത്തിന് കാരണമായത് എന്താണ്? എത്ര സ്വഹാബാക്കളുടെ ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല ചെയ്യാൻ വേണ്ടി ശത്രുപക്ഷം അയച്ച ആ മനുഷ്യൻ, അന്ന് കാഫിറായ മനുഷ്യൻ ഇസ്ലാം സ്വീകരിക്കാൻ പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ അങ്ങനെയാണ്. മുൻഗാമികൾ പലരിലും നമുക്ക് ആ സംഭവങ്ങൾ, പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇത് യഥാർത്ഥത്തിൽ അവരെന്ത് ചെയ്തു? അള്ളാഹും റസൂലും പറഞ്ഞു എന്ന് കേട്ടാൽ സമിഅ്നാ വ അത്അനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്നുള്ളൊരു മാനസികാവസ്ഥ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. സഹോദരൻ, ഇത് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ അറിയാതെ നമ്മൾ പറയും ഖുർആനാണ് ഒന്നാം പ്രമാണം, രണ്ടാം പ്രമാണം ഹദീസാന്നൊക്കെ പറഞ്ഞു നടക്കുമെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത് എന്നെ കുറിച്ചാണ്, എന്നോടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്യുന്നതിനുള്ള ബോധം പോലും പലപ്പോഴും നമുക്ക് വരാറില്ല എന്നുള്ളതാണ്. നോക്കൂ, പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞത്, വിജയിച്ച കക്ഷികളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിലേക്ക് ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ ഒരു വിധി കൽപ്പിക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധി കൽപ്പിക്കാൻ അള്ളാഹുവിലേക്കും റസൂലിലേക്കും അവരെ വിളിക്കപ്പെട്ടു കഴിഞ്ഞാൽ മുഅ്മിനീങ്ങളുടെ വാക്ക് അതെന്തു മാത്രമായിരിക്കും? അയ്യഖൂലു, അവർ പറയുന്നത് സമിഅനാ വ അത്അനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അക്കൂട്ടരാണ് യഥാർത്ഥ വിജയികൾ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, വിജയിക്കാനും ഈ ഇഹലോകത്തും പരലോകത്തും വിജയിക്കാനാണ് നമ്മൾ ഓരോരുത്തരുടെയും പരിശ്രമം. ഓരോരുത്തരും സ്വന്തത്തോട് ചോദിച്ചു നോക്കി, എന്തിനാ നമ്മൾ അമലു സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്? എന്തിനാ നോമ്പെടുക്കുന്നത്? എന്തിനാ പ്രയാസപ്പെട്ട് ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് അത് ദീനിന് വേണ്ടിയും പാവപ്പെട്ടവർക്ക് വേണ്ടിയും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെലവഴിക്കുന്നത് എന്തിനാ? സ്വർഗം കിട്ടാനാണ്, അല്ലെ? ഇതാണ് സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ക്വാളിറ്റി, യഥാർത്ഥ ക്വാളിറ്റി എനിക്കും നിങ്ങൾക്കും ഉണ്ടോ? ഒന്ന് പരിശോധിക്കണം. നമ്മൾ റമദാനിലേക്ക് കടക്കുന്നതിന് മുന്നേ, റമദാൻ ആഗതമാകുന്നതിന് മുന്നേ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ സ്വന്തത്തെ നമ്മെ ഒന്ന് ശരിപ്പെടുത്തേണ്ടത്, നമ്മെ ഒന്ന് തയ്യാറാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനുശേഷമാണ് നമ്മൾ യഥാർത്ഥത്തിൽ റമദാനിലേക്കുള്ള തയ്യാറെടുപ്പ്. ഇപ്പോഴും ചിന്തിക്കുന്നത് എന്താ? ആ റമദാനിലേക്ക് ഇനിയും രണ്ട് ദിവസമുണ്ട്. ആ റമദാനിലേക്ക് ഞാൻ എത്തും. റമദാനിന്റെ അമലു സ്വാലിഹാത്തുകൾ, എനിക്ക് റമദാൻ എത്തിക്കഴിഞ്ഞാൽ നല്ല നല്ല അമലുകൾ ചെയ്യണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. സഹോദരൻ, ഇപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, അടുത്ത നിമിഷം എന്റെ അവസ്ഥ എന്തായിരിക്കും? എന്റെയോ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ് നീട്ടി തന്നിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ശാരീരികമായ ആരോഗ്യസ്ഥിതി എനിക്കും നിങ്ങൾക്കും അള്ളാഹു വിധിച്ചിട്ടില്ല എങ്കിൽ അടുത്ത നിമിഷം എന്തായിരിക്കും എന്ന് ആലോചിക്കാൻ, അടുത്ത 2 ദിവസത്തേക്ക് മാറ്റിവെക്കാൻ എന്ത് ഉറപ്പാണ്, എന്ത് ഗ്യാരണ്ടിയാണ് എനിക്കും നിങ്ങൾക്കുള്ളത്? എന്നിട്ടും നമ്മൾ ആലോചിക്കുന്നത് എന്താണ്? എത്ര ജനാസ നിങ്ങൾ അവിടെ തന്നെ പല ആളുകളുടെയും മയ്യത്ത് നിസ്കാരത്തിനൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവും. പക്ഷെ ആ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുമ്പോഴും മയ്യത്ത് ഖബറെടുക്കുമ്പോൾ പോലും നാളെ ഇതുപോലെ ഞാൻ മരണപ്പെടേണ്ടവനാണ്, എന്നെയും ഇതേപോലെ കഫൻ ചെയ്ത് ഈ വെള്ളത്തുടിയിൽ പൊതിന് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകും, എന്റെ മക്കളും എന്റെ ഭാര്യയും മക്കളും അല്ലെങ്കിൽ എന്റെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ മറമാടി ആ കുഴിയിൽ വെച്ച് എല്ലാവരും തിരിച്ചു പോകും. ആ സമയത്ത് ഞാൻ ഒറ്റക്കാണ്. ആ ഒറ്റക്കാവുന്ന സന്ദർഭത്തിലേക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ, ആ മയ്യത്ത് ഖബറെടുക്കുന്ന സമയത്ത് പോലും നമുക്ക് ചിന്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ആലോചിക്കണം. എവിടെ പോയിരിക്കുന്നു എന്റെ ഈമാനിന്റെ അവസ്ഥ? എവിടെ പോയിരിക്കുന്നു എന്റെ
എന്റെ ചിന്താശക്തിയൊക്കെ അവിടെ പോയിരിക്കുന്നു. ഒന്ന് നാളത്തേക്ക് വേണ്ടി, പരലോകത്തേക്ക് വേണ്ടി ചിന്തിക്കാനുള്ള ഒരവസ്ഥ അതുപോലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് ഈമാൻ എത്രമാത്രം ദുർബലമാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരവസരമാണ്. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, നാളേക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കില്ല. അടുത്ത നിമിഷത്തേക്ക് അത് ഏറ്റവും ചെറിയൊരു അമല്, വളരെ നിസ്സാരമാണെന്ന് തോന്നുന്ന ഒരു പുഞ്ചിരി, ഒരു മുഅ്മിനെ നോക്കി പുഞ്ചിരിക്കൽ സ്വതക്കയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ ഒരു പുഞ്ചിരി പോലും അത് ഇഖ്ലാസോടുകൂടി ചെയ്തതാണെങ്കിൽ സഹോദരങ്ങൾ, അത് മീസാനിൽ എത്രമാത്രം കനം തൂങ്ങുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഒരു നിസ്സാരമായ പ്രവർത്തനം പോലും, ഒരു ഇബാദത്ത് പോലും നമ്മൾ അത് പിന്നേക്ക് മാറ്റിവെക്കരുത് എന്നാണ് ഓർപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്, അള്ളാഹും റസൂലും പറഞ്ഞു എന്ന് കേട്ടാൽ അത് 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 ലോകത്തെ ഏത് വലിയ മഹാനാകട്ടെ, അത് ലോകത്തിലെ ഏറ്റവും എത്ര വലിയ ശക്തികളാകട്ടെ, അവർ പറഞ്ഞാലും അതിനെതിരെ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഇന്ന് ലോകത്ത് കണ്ടുവരുന്ന പല യുക്തിവാദം, നിരീശ്വരവാദം, അതുപോലെ തന്നെ പല രീതിയിലുള്ള തത്വശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ മുസ്ലിമീങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ജീവിക്കുന്ന നാട്ടിലൊക്കെ പല സ്വാധീനങ്ങളും, മോഡേണിസം, അതുപോലത്തെ പല ഫെമിനിസം, ഇങ്ങനെ പല സ്വാധീനങ്ങളും നിങ്ങളെ ചുറ്റും ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ചുറ്റും പൊതിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ, ഇതൊക്കെ കാണുമ്പോൾ, പലരും ചെവിയിൽ മന്ത്രിക്കുമ്പോൾ, ഇതൊക്കെ മാറ്റിവെച്ച് സമിഅ്നാ വഅതഅനാ, അള്ളാഹും റസൂലും പറഞ്ഞതെന്തോ അത് അനുസരിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറയാനുള്ള ഒരു മാനസിക ഒരു ഇച്ഛാശക്തി, ആ ഒരു അവസ്ഥ എനിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമേ സഹോദരങ്ങളെ, ഖുർആനും ഹദീസും ഒക്കെ നമ്മുടെ ചെവിയിലേക്ക് കേൾക്കുമ്പോൾ അത് ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. എല്ലാറ്റിനേക്കാളും ഏറെ ഖുർആനും സുന്നത്തിനും മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഇത് വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്നാണ്. പല അഭിപ്രായ വ്യത്യാസങ്ങളും കാണുമ്പോൾ, പല വിഷയങ്ങളും കേൾക്കുമ്പോൾ അതൊക്കെ മാറ്റിവെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കാൻ, ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരൻ, ഖുർആനിനും സുന്നത്തിനെയും നെഞ്ചിലേറ്റാൻ സാധിച്ചാൽ, അതിനു വേണ്ടി നമ്മൾ മനസ്സ് തുറന്നാൽ, തീർച്ചയായും നമ്മുടെ ഹൃദയത്തിലേക്ക് ഖുർആനിന്റെ ആയത്ത്, നിങ്ങൾ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ധാരാളം ഖുർആൻ ഓതുന്ന ആളുകളാണ്, ധാരാളം ഖത്മ് തീർക്കുന്ന ആളുകളാണ്, ധാരാളം ദർസുകൾ, ക്ലാസുകൾ കേൾക്കുന്ന ആളുകളായിരിക്കും. ഒരായത്ത് മതി നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതം മാറ്റാൻ. അങ്ങനെ ഏതോ ഒരു നിമിഷം നമ്മൾ ഏതൊരു ഖുതുബയിൽ കേട്ടപ്പോൾ, ഏതൊരു ഖുതുബയെ അള്ളാഹുവിന്റെ ആയത്തുകളും ഖുർആനിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളും കേട്ടപ്പോൾ വന്ന മാറ്റമാണ് യഥാർത്ഥത്തിൽ ഓരോ സ്റ്റെപ്പിലും, ഓരോ സ്റ്റേജിലും നമ്മൾ കണ്ടുവന്നത്, അല്ലെ? പണ്ട് കാലങ്ങൾക്ക് മുന്നേ ഞാൻ ആരായിരുന്നു എന്ന് ആലോചിച്ചു നോക്കും. കുഫറിലും ഷിർക്കിലുമായി ജീവിച്ച ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നോ എങ്കിൽ അതിനുണ്ടായൊരു മാറ്റം എന്തായിരുന്നു? ഏതോ ഖുർആനായത്താണ്. ആരുടെയെങ്കിലും തത്വചിന്തകളല്ല, ആരുടെയെങ്കിലും വലിയ വലിയ വാക്കുകളല്ല, ദുനിയാവിന്റെ ആളുകളുടെ എന്തെങ്കിലും പ്രസംഗങ്ങളല്ല, മറിച്ച് ഖുർആനായത്തായിരുന്നു, ഹദീസായിരുന്നു. ഇത് തന്നെയാണ് മരണം വരെയും എന്നെ നിങ്ങൾ നയിക്കേണ്ടത് എന്നുള്ളൊരു ഓർമ്മ. അതിനെല്ലാറ്റിനേക്കാളും ഏറെ സ്നേഹിക്കാനും അതിനെ നെഞ്ചിലേറ്റാനുമുള്ള ഒരു താല്പര്യം നമുക്കുണ്ടെങ്കിൽ സഹോദരങ്ങളെ, തീർച്ചയായും എഴുതി വെച്ചോളൂ, അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ ഹൃദയം വിശാലമാക്കി തരുന്നതാണ്. ഹൃദയ വിശാലത അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സുന്നത്ത് കൊണ്ടും മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ള ഒരു ദൃഢത നമ്മൾ ഓരോരുത്തരും ഉണ്ടാവണം. നിങ്ങൾക്ക് കണ്ടില്ലേ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബാക്കൾ സ്നേഹിച്ചതും, സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി ചാണിന് ചാണായി മുഴത്തിന് മുഴമായി അവർ പിൻപറ്റിയ ചരിത്രങ്ങൾ എത്രമാത്രമുണ്ട്. ഒരിക്കൽ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെരുപ്പോടുകൂടി നിസ്കരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ധരിച്ച ചെരുപ്പ് അഴിച്ചു വെക്കാണ്. ഇത് കാണുന്ന സ്വഹാബാക്കള് നിസ്കാരത്തിൽ എന്ത് ചെയ്തു? അതുപോലെ എന്ത് ചെയ്തു? അഴിച്ചു വെച്ചു. ഇങ്ങനെ അഴിച്ചു വെച്ച നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതു, മാ ഹമലക്കും അലാ ഇൽഖായിക്കും നിആലിക്കും, നിങ്ങൾ എന്താണ് പ്രേരിപ്പിച്ചത്? എന്തിനാണ് നിങ്ങളും ചെരുപ്പ് ഇങ്ങനെ അഴിച്ചു മാറ്റിയത്? അപ്പൊ പറഞ്ഞു, ഖാലു റഅയ്നാക അൽഖൈത നഅലൈക ഫഅൽഖൈനാ നിആലനാ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, താങ്കളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലെ താങ്കളെ എന്താണ് നിസ്കാരത്തിലെ ചെരുപ്പ് അഴിച്ചു വെക്കുന്നതായി ഞങ്ങൾ കണ്ടു, അതുകൊണ്ട് ഞങ്ങളും അഴിച്ചു വെച്ചു എന്നുള്ളതാണ്. സഹോദരൻ, ആലോചിച്ച് നോക്ക്, എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് പറഞ്ഞത്?
ഇങ്ങനെയുള്ള സ്വഹാബാക്കൾ പോകേണ്ട സ്വർഗത്തിലേക്കാണോ ഞാനും നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നത്? എങ്കിൽ എത്രമാത്രം എന്റെ ജീവിതത്തിൽ എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബ്, സ്നേഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിക്കുന്നതിന്റെ പ്രാധാന്യം എന്ത് അകലത്ത് എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ നമുക്ക് സാധിക്കണം. വേഷത്തിലും അതുപോലെ തന്നെ വേഷത്തിൽ മാത്രമല്ല, ജീവിതത്തിലും സ്വഭാവത്തിലും കൊടുക്കൽ വാങ്ങലുകളിലും ഇബാദത്തുകളിലും അങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ സാമൂഹികമായി ഇടപെടേണ്ട ഏതൊക്കെ കാര്യമുണ്ടോ, കുടുംബജീവിതത്തിൽ എന്റെ ഭാര്യയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര നല്ല ഭർത്താവ്, എന്റെ ഭർത്താവിനെ കുറിച്ച് നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകാൻ ഭാര്യ തയ്യാറാണോ? എന്റെ കുടുംബജീവിതത്തിൽ ഞാൻ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാറുണ്ടോ? സാമൂഹ്യ ജീവിതത്തിൽ, കച്ചവടത്തിൽ, അതുപോലെ തന്നെ ജോലിയിൽ ഒക്കെ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ എനിക്ക് സാധിക്കാറുണ്ടോ? ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നെഞ്ചിലേറ്റാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വെറുതെ അങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടോ? അതാണ് ചോദ്യമാണ്. നമുക്കൊക്കെ ആഗ്രഹം എന്താണ്? നേരത്തെ ചോദിച്ചത് അതേ ചോദ്യം. എന്താണ് നമുക്ക് ആഗ്രഹം? എന്താണ്? സ്വർഗത്തിലേക്ക് പോകണമെന്നാണ്. റമളാനിലേക്ക് തയ്യാറെടുക്കണം. റമളാനിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിട്ടുള്ള രാവുകൾ, അവസാനത്തെ രാവുകളിലെ ഇഅ്തികാഫിന്റെ ദിവസങ്ങൾ, തറാവീ നിസ്കാരം, നോമ്പ്, ഇങ്ങനെ പല സുന്നത്തുകളും ജീവിതത്തിൽ പകർത്തി എനിക്കും സ്വർഗത്തിലേക്ക് പോകണം. പക്ഷെ ആ സ്വർഗത്തിലേക്ക് പോകാൻ, സ്വഹാബാക്കൾ പോകേണ്ട സ്വർഗത്തിലേക്ക് പോകാനുള്ള എന്ത് ക്വാളിറ്റിയാണ് ഞാനും നിങ്ങളും നേടിയെടുത്തത് എന്ന് പരിശോധിക്കാൻ നമുക്ക് തയ്യാറാകുന്നതാണ്. അതുകൊണ്ട് അവർ വലമ്മ യഅതികും മസലുല്ലദീന ഖലൂ മിൻ ഖബ്ലിക്കും مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സ്വഹാബാക്കളുടെ ആ വാക്കിലാണ് അത്രയും പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത്, ശത്രുക്കളുടെ പീഡനങ്ങൾ അത്രയും ശക്തമായ സമയത്ത് സ്വഹാബാക്കളോട് ചോദിച്ചു പോവുകയാണ്, അള്ളാഹിന്റെ റസൂലെ എപ്പോഴാണ് നിങ്ങൾക്ക് അള്ളാഹിന്റെ സഹായം ലഭിക്കാനുള്ളത്? സഹോദരങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഒരു സ്വഹാബാക്കൾ സ്വർഗത്തിലേക്ക് അവർ പ്രയാസപ്പെടുത്ത പ്രയാസങ്ങൾ നമുക്ക് വരാതെ അത്രയും നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എന്ന് നമ്മളെ വ്യാമോഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യമാണ്. ഇത് എന്നോടുള്ള ചോദ്യമാണ്. നമ്മൾ എന്താണ് ദീനിന് വേണ്ടി ഇത്രമാത്രം ഇതുവരെ എന്ത് കാര്യമാണ് എനിക്ക് ദീനിന് വേണ്ടി ചെയ്യാൻ സാധിച്ചത്? നാളെ സ്വർഗത്തിലേക്ക് എത്താനുള്ള എന്ത് ക്വാളിറ്റിയാണ് എന്റെ ജീവിതത്തിൽ നമ്മൾ എന്ത് ഇബാദത്താണ് എനിക്കുള്ളത്? ഓരോ കാര്യങ്ങളും നമുക്ക് പരിശോധിക്കാം. അള്ളാഹിന്റെ ദീനിന് വേണ്ടി വേർപ്പ് തുള്ളികൾ ഒഴുക്കാനെങ്കിലും നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സ്വഹാബാക്കൾ, ശുഹദാക്കൾ, അവരൊക്കെ രണാങ്കണത്തിൽ രക്തത്തുള്ളികൾ, അവരുടെ അവയവങ്ങൾ, അവരുടെ ജീവൻ മുഴുവനും അള്ളാഹുലേക്ക് അർപ്പിച്ചപ്പോൾ അതിൽ ഈ ഒരംശം, ഒരു വേർപ്പ് തുള്ളിയെങ്കിലും സഹോദരങ്ങളെ, കുറച്ച് സമയമെങ്കിലും നമുക്ക് അള്ളാഹിന്റെ ദീനിന് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പരിശോധിക്കണം. നാളെ പരലോകത്തേക്ക് വേണ്ടി, ഖബറിലേക്ക് ഞാൻ നിത്യേന എല്ലാ ബന്ധനങ്ങളെയും മുറിച്ചു മാറ്റി മരണം നമ്മളെ പിടികൂടുന്ന സമയത്ത്, മലക്കുൽ മൗത്ത് നമ്മൾ പിടികൂടുന്ന സമയത്ത് എല്ലാവരും ചുറ്റും മന്ത്രിക്കാൻ ആളുകൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് ചുറ്റും പലതും പറയുന്നുണ്ടാവും. പക്ഷെ നമുക്കൊന്നും അറിയുന്നില്ല. നമ്മുടെ മക്കൾ കരയുന്നുണ്ടാകും, ഭാര്യ കരയുന്നുണ്ടാകാം, ഉമ്മ കരയുന്നുണ്ടാവും, ഉപ്പ കരയുന്നുണ്ടാവും. പക്ഷെ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ആ ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. കടങ്ങാൾ തമ്മിൽ ആ ഒട്ടിപ്പിടിച്ച് നാളെ റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പോകുന്ന രംഗത്തെക്കുറിച്ച്, അന്ന് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് കലിമത്തു തൗഹീദ് ചൊല്ലി മരിക്കാൻ നമുക്ക് സാധിക്കുമോ? അതിനുവേണ്ടി എന്ത് തയ്യാറെടുപ്പാണ് ഞാനും നിങ്ങളും നടത്തിയിട്ടുള്ളത് എന്ന് പരിശോധിക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം സഹോദരങ്ങളെ, റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ, റമദാൻ എന്ന് മാത്രമല്ല, ജീവിതത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നതെങ്കിൽ അതെന്തു മാറ്റവുമാകാം. അത് ശിർക്കിലും ബിദ്അത്തിലും ഉണ്ടായ ആളുകൾക്കുള്ള തൗഹീദിലേക്കുള്ള മാറ്റമാകാം, സുന്നത്തിലേക്കുള്ള മാറ്റമാകാം. അതുപോലെ തന്നെ മഅസിയത്തിലായി, ഹറാമുകളായി കഴിഞ്ഞുകൂടിയ ആളുകൾക്ക് അത് ആ ഫിസ്കിൽ നിന്നൊക്കെ മാറി യഥാർത്ഥ സത്യവിശ്വാസിയായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള മാറ്റമാകാം. മറ്റു തുടങ്ങി ഈമാനും അതുപോലെ തന്നെ അമൽ സ്വാലിഹാത്തുള്ള ആളുകൾ, അവർക്ക് നാളെ റബ്ബിന്റെ അടുക്കൽ കൂടുതൽ സ്വീകാര്യയോഗ്യമാകുന്ന അമലുകൾ ചെയ്യാനുള്ള ഇൽമിയായിട്ടുള്ള അറിവുകൾ നേടിക്കൊണ്ട് മറ്റുമുള്ള മാറ്റങ്ങളാകാം. ഏത് രൂപത്തിലുള്ള മാറ്റത്തിനും അതിനുള്ള ഒരേ ചികിത്സ എന്നുള്ളത് അത് അറിവ് നേടുക എന്നുള്ളത് മാത്രമാണ്. അറിവ് നേടിക്കൊണ്ടേയിരിക്കുക, നമ്മൾ ഇൽമ് നേടിക്കൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ്. പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും മൗസൂഖികളായ, വിശ്വസ്തരായ, ദീനിൽ വിശ്വസ്തരായ ആളുകളുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മൻഹജും മറ്റും സ്വീകരിച്ചുകൊണ്ട് ദഅവത്ത് ചെയ്യുന്ന ധാരാളം ദായിമാരുടെ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളികൾക്ക് ചുറ്റുമുണ്ടാകും. അവിടെയൊക്കെ പോയി ദർസുകൾ, ക്ലാസ്സുകൾ കേൾക്കുക,
മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോംവഴി എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരൊറ്റ ഹദീസ് മാത്രം മതി ഒരു മനുഷ്യന്റെ കണ്ണ് തുറക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ സലക്കല്ലാഹു ബി തരീഖൻ ഇലൽ ജന്ന. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാലും ഈ ഹദീസിന്റെ അവസാനം വലിയ ദീർഘമായ ഒരു ഹദീസാണ്. അബൂദർ റളിയല്ലാഹു അൻഹുവിലേക്ക് ഒരാൾ യാത്ര ചെയ്തു വരാണ്, ദീൻ പഠിക്കാൻ വേണ്ടി, അറിവ് നേടാൻ വേണ്ടി. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ആരെങ്കിലും ഇൽമു നേടാനുള്ള മാർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലേക്കുള്ള വഴിയിലെ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കുന്നുള്ളതാണ്. അപ്പം ഇൽമു നേടാനുള്ള വഴിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു നൽകാൻ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഏറ്റവും ലളിതമായ വഴിയാണ് സഹോദരങ്ങളെ അറിവ്. ദീനിന്റെ അറിവ് നേടുക, ദീനിന്റെ അറിവ് നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ തന്നെ ഈ വിഷയം നമ്മൾ പഠിക്കുക, അറിവ് നേടിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മയ്യുരിദില്ലാഹു ബിഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിക്കുന്നുവോ അവർക്ക് അല്ലാഹു ദീനിൽ വിജ്ഞാനം നൽകും, അവഗാഹം നൽകും, ആഴത്തിലുള്ള അറിവ് നൽകും എന്നുള്ളതാണ്. ഇതിനൊരു മഫ്ഹൂമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ വിപരീത വശമുണ്ട്. എന്താണ്? ആർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചില്ലയോ അവർക്ക് ദീൻ പഠിക്കാനുള്ള, അറിവ് നേടാനുള്ള തൗഫീക്ക് ലഭിക്കൂല എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് അറിവ് നേടാനുള്ള ഒരവസ്ഥ ഇന്നും നമുക്ക് സംജാതമായിട്ടില്ലെങ്കിൽ, നമുക്ക് സാഹചര്യങ്ങൾ ഒത്തുവന്നിട്ടില്ലെങ്കിൽ, ആ ഒരു ഖൈറിന്റെ കുറവ് എൻ്റെ ജീവിതത്തിലുണ്ട്, അള്ളാഹു ഉദ്ദേശിച്ച ഒരു ഖൈറുണ്ട്, ആ ഖൈർ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ചിന്തിക്കുവാനും ദീൻ പഠിക്കാനുള്ള മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അത് ഏത് രൂപത്തിലാണെങ്കിലും നിങ്ങളുടെ സമയം അതിനു വേണ്ടി മാറ്റിവെച്ച് ചെലവഴിച്ച് അതിലേക്ക് മാറ്റാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്, ഇഖ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. 5 കാര്യങ്ങൾ വരുന്നതിന് മുന്നേ 5 കാര്യങ്ങൾ അത് നിങ്ങൾ തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്, ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ശബാബക ഖബ്ല ഹറമിക്. പ്രായാധിക്യം വരുന്നതിന് മുന്നേ നിങ്ങളുടെ യുവത്വം അത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ യുവത്വം, നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ആയുസ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഓരോ വർഷവും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മൾ ഈ ആയുസിനിടയിൽ നമുക്ക്, ഈ യുവത്വത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചത് എന്ന് പരിശോധിക്കാൻ നമുക്ക് സാധിക്കുന്നതല്ലാണ്. നമ്മുടെ ഈ യുവത്വം സംരക്ഷിക്കുവാനും, നമ്മുടെ ഈ ദാമ്പത്യ ജീവിതം സംരക്ഷിക്കുവാനും, ദീന് സംരക്ഷിക്കുവാനും നമുക്കുള്ള ഏറ്റവും വലിയൊരു സഹായിയാണ് നമ്മുടെ ഭാര്യ എന്നുള്ളത്. ആ ഭാര്യ നന്നായാൽ, ഭാര്യ നമ്മുടെ കൈപിടിച്ച് ദീനിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉത്സാഹം കാണിക്കുന്ന ഒരു ഭാര്യ എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം വേറെ ഇല്ല സഹോദരങ്ങളെ. നോക്കൂ, സഹോദരിമാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആ ഒരു സ്വഭാവമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഭർത്താവിനെ ദീനിന്റെ വിഷയത്തിൽ സഹായിക്കാൻ, മക്കളെ ദീനി പഠനത്തിൽ സഹായിക്കാൻ എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു ഭാര്യ. ആ ഭാര്യയെ കുറിച്ചൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഖദീജ റളിയല്ലാഹു അൻഹ വഹീന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ട് ബേജാറായ പ്രയാസപ്പെട്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി വരാണ്, സബ്ബിലൂനി, എന്നെ പുതപ്പിട്ട് മൂടൂ ഖദീജ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഭാര്യയുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ ആ പുതപ്പിട്ട് മൂടിയതിനു ശേഷം ചില ആശ്വാസ വാക്കുകൾ പറയുന്നുണ്ട്. ഇങ്ങനെ ആശ്വാസ വാക്കുകൾ പറയുന്ന ഒരു ഭാര്യ ആയിരിക്കണം എനിക്ക് ഉണ്ടാകേണ്ടത്, ആ ഗുണങ്ങളായിരിക്കണം എനിക്കുണ്ടാകേണ്ടത് എന്നാണ് സഹോദരിമാർ ചിന്തിക്കേണ്ടത്. ആ ഒരു സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്കുകൾ എന്നാണ്, കല്ലാ വല്ലാഹി മാ യുഖ്സിക അല്ലാഹു. തീർച്ചയായും ഒരിക്കലും താങ്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഷളാക്കുകയില്ല. കാരണം എന്താ? എന്നിട്ട് ഓരോ അനുഗ്രഹങ്ങൾ, ഓരോ ഗുണങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായ ഓരോ ഗുണങ്ങൾ എടുത്തു പറയാണ്. എന്താണ്? ഇന്നക ലതസിലു റഹീം, താങ്കൾ കുടുംബബന്ധം അത് ഊട്ടിയുറപ്പിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ പല പ്രയാസങ്ങളും നീക്കി കൊടുക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഈ ദുയൂഫുകളെ സ്വീകരിക്കുന്ന ആളാണ്. ഇങ്ങനെ പല കാര്യങ്ങൾ, പല ഗുണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുണങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ ആശ്വസിപ്പിക്കുകയാണ്. അതിന്റെ പ്രതിവിധി കാണാണ്.
സഹോദരൻ, ഇങ്ങനെ ഒരു ഭാര്യ നമുക്കുണ്ടെങ്കിൽ എല്ലാ പ്രയാസഘട്ടങ്ങളും ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ പ്രയാസഘട്ടങ്ങൾക്കും സഹായിയാകുന്ന ഒരു ഭാര്യ നമുക്കുണ്ടെങ്കിൽ അതിനേക്കാളും വലിയൊരു നിഅമത്ത് വേറെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം ഗുണങ്ങളുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾക്ക് ഉണ്ടായിരുന്ന ഗുണങ്ങളുള്ള അത്തരം ഭർത്താക്കന്മാരായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ കടമകൾ ഉള്ളതുപോലെ, ഭാര്യയ്ക്ക് എന്നോടുള്ള കടമകൾ ഉള്ളതുപോലെ എനിക്ക് ഭാര്യയോട് പല ബാധ്യതകളും ഉണ്ട് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. രണ്ട് രൂപത്തിലും ആ ഒരു മുആശറാത്ത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നല്ല രീതിയിലുള്ള വർത്തിക്കുക എന്നുള്ളത് അത് വളരെ അനിവാര്യമായ കാര്യമാണെന്നതാണ് സഹോദരൻ. അതുകൊണ്ട് തന്നെ ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത് എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. ഇമാം ഖത്താബി റഹിമഹുല്ലാഹ് അദ്ദേഹം ഖുർആൻ കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, ഫഇന്നക ലാ തസ്മഅ കലാമൻ ഗൈറൽ ഖുർആനി മൻദൂമൻ വലാ മൻസൂറ ഇദാ ഖറഅ സമഅ ഖലസ ലഹു ഇലൽ ഖൽബി മിനൽ ലദ്ദത്തി വൽ ഹലാവത്തി ഫീ ഹാലൈൻ. അദ്ദേഹം പറയാണ്, ഖുർആൻ പോലെ വേറൊന്നുമില്ല. അത് കേട്ട് കഴിഞ്ഞാൽ ഹൃദയത്തിന് ആസ്വാദനവും അതുപോലെ തന്നെ ലദ്ദത്തും ഒക്കെ അത് ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും അതുപോലെ ജീവിതത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്ന ഖുർആൻ പോലുള്ള ഒരു പദ്യവുമില്ല, ഒരു ഗദ്യവുമില്ല എന്നാണ്. ഒരു പോയമോ അല്ലെങ്കിൽ പ്രോസോ ഒന്നുമില്ല. ആ രൂപത്തിലുള്ളാണ് ഹൃദയത്തിലേക്ക് മാറ്റം വരുത്തുകയാണ് ഖുർആൻ എന്നുള്ളത്. സഹോദരങ്ങൾ, നമ്മൾ എത്ര ഖത്മ ഓതി കഴിഞ്ഞാലും എത്ര വട്ടം ആവർത്തിച്ച് ഓതിയാലും മടുക്കാത്തത് എന്തേ ഉള്ളൂ? ഖുർആൻ മാത്രമേ ഉള്ളൂ. ഈ ഖുർആനെ നെഞ്ചിലേറ്റാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഇവിടെ ബാങ്ക് വിളിക്കാണ്. ബാങ്ക് കുറച്ച് ചെറിയൊരു ഗ്യാപ്പ്. ബാങ്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള കേൾക്കുന്നുണ്ടല്ലേ പറയുന്നത്? അതെ, കേൾക്കുന്നുണ്ട്. ബറക്കല്ലാഹു ഫീക്കും. സഹോദരൻ പറഞ്ഞു വന്നത്, സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള അറിവാണ് നമ്മെ യഥാരൂപത്തിൽ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ നമ്മെ സഹായിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിരന്തരം നമ്മളത് പഠിച്ചും മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഖുർആനിലെ ധാരാളം സ്ഥലങ്ങളിൽ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നതായി കാണാൻ സാധിക്കും. ഇതായിരിക്കണം നമ്മുടെ ഉന്മേഷവും ആവേശവും ഊർജവും ഒക്കെ. സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ആ സ്വർഗത്തിലേക്ക് എനിക്കും എത്തണം, നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ആ കത്തിയാളുന്ന ഭയാനകരമായ നരകത്തിൽ നിന്ന് ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്തയായിരിക്കണം ഈ പഠനത്തിനൊക്കെ കാരണമായി മാറേണ്ടത്. നോക്കൂ സഹോദരങ്ങളെ, നമ്മള് വിശപ്പും ദാഹവും ഒക്കെ വരുമ്പോൾ കുടിക്കാറുണ്ട്, ഭക്ഷിക്കാറുണ്ട്. പല സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളും നമ്മുടെ തീന്മേശയിൽ വരാറുണ്ട്. പക്ഷെ അപ്പോഴും രോഗങ്ങൾ കൊണ്ടും മറ്റു കാരണങ്ങൾ കൊണ്ടും നമുക്കത് തിന്നാൻ പറ്റാത്തൊരവസ്ഥ, ആസ്വദിച്ച് കുടിക്കാൻ പറ്റാത്ത അവസ്ഥ ദുനിയാവിൽ ഉണ്ടാകാറില്ലേ? ആലോചിച്ചു നോക്കൂ. പല പ്രമേയ രോഗങ്ങൾ കൊണ്ടും മറ്റു പല രോഗങ്ങൾ കൊണ്ടും എത്ര ഭക്ഷണങ്ങൾ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് ദുനിയാവിൽ. ഇനി ആരോഗ്യവാനായ മനുഷ്യനാണെങ്കിൽ പോലും മുന്നിലുള്ള തീന്മേശയുടെ മുന്നിലുള്ള ആ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? കുറച്ച് അത്യാവശ്യം വയറ് നിറയെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആസ്വാദനം കിട്ടാറുണ്ടോ? ഇല്ല. ഇതാണ് ദുനിയാവിലെ അവസ്ഥ എന്നുള്ളത്. ദുനിയാവിലെ ഏത് അനുഗ്രഹങ്ങളുടെ അവസ്ഥ ഇതാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ സ്വർഗവാസികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, കുലൂ വഷ്റബൂ ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ ആഹ്ലാദത്തോടുകൂടി ആനന്ദത്തോടുകൂടി തിന്നുകയും കുടിക്കുകയും ചെയ്തോളുന്നാണ്. നിങ്ങൾ ദുനിയാവിൽ ചെയ്ത അമലുകളുടെ പ്രതിഫലമായി കൊണ്ടത്. സഹോദരങ്ങൾ, അതാണ് സ്വർഗം. സ്വർഗത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ വർണ്ണിക്കാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. സ്വർഗത്തിൽ പറയപ്പെട്ട ഖനികൾ അതിനേക്കാൾ മാധുര്യമുള്ളതാണ്, അതിനേക്കാളും ആസ്വാദകരമാണ്. എല്ലാ രൂപത്തിലും സ്വർഗത്തിലുള്ള ഓരോ വിശേഷണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അത്രയും അനുഗ്രഹങ്ങളുടെ കേദാരമാണ് സ്വർഗം എന്നുള്ളത്. ആ സ്വർഗത്തിലേക്ക് എത്താൻ നമ്മൾ നമ്മുടെ നഫ്സിനെ, നമ്മുടെ ജീവിതത്തെ തിട്ടപ്പെടുത്തുക എന്നുള്ളതാണ്. ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുക എന്നുള്ളതാണ്.
ആലോചിച്ച് നോക്കൂ സുഹൃത്ത്, നരകത്തെ കുറിച്ച് പറയുമ്പോൾ ധാരാളം പറയാനുണ്ട്. പക്ഷേ നമ്മുടെ സദസ്സ് നീളുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇവിടെ നരകത്തിലെ നരകവാസികളുടെ അവസ്ഥകളെ കുറിച്ച് എത്രമാത്രം ഖുർആൻ ആയത്തുകൾ, ഹദീസുകൾ നമുക്ക് കാണാം. സഹോദരൻ ആലോചിച്ച് നോക്കൂ, നരകവാസിയുടെ പല്ലിന്റെ മോണ ഉണ്ടല്ലോ, പല്ലിന്റെ മോണയുടെ വലുപ്പം എന്നുള്ളത് ഉഹുദ് മലയോളം വലുപ്പമുണ്ടെന്നാണ്. എന്താ ഉഹുദ് മലന്റെ അവസ്ഥ? അത്രയും വലുപ്പമുള്ളതായിരിക്കും അന്ന് നരകവാസിയുടെ പല്ലിന്റെ മോണയുടെ വലുപ്പം എന്നുള്ളത്. അവന്റെ ഇരുത്തത്തിന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ആ ഇരിക്കുന്ന സ്ഥലത്തിന്റെ വലുപ്പം എന്നുള്ളത് മക്കയും മദീനയും എത്ര ദൈർഘ്യമുണ്ടോ? ആ 400-450 കിലോമീറ്റർ ആണ്. അത്രയും ദൈർഘ്യമായിരിക്കും അവന്റെ ശരീരത്തിന്റെ വലുപ്പം എന്നുള്ളതാണ്. ദുനിയാവിലെ ഒരു തീ, ദുനിയാവിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന, അടുക്കളയിലോ മറ്റോ നമുക്ക് അനുഭവിക്കേണ്ടി വന്ന ചെറിയൊരു തീയുടെ പൊള്ളൽ, അതിന്റെ വേദന നമുക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ട് സഹോദരങ്ങളെ. വേണ്ട ഒരു മെഴുകുതിരി, പണ്ട് കാലത്ത് മെഴുകുതിരി ഉപയോഗിക്കുമ്പോൾ ആ മെഴുകുതിരി ഒന്ന് തട്ടിയപ്പോൾ ഉണ്ടായ വേദന നിങ്ങൾ ആലോചിച്ച് വെക്കണ്ട. നമ്മുടെ ശരീരത്തിലെ തൊലിയുടെ സെന്റിമീറ്റർ, അതാണല്ലോ നമ്മൾ സെൻസ്, നമ്മൾ വേദന അറിയിക്കുന്നത് തൊലിയാണല്ലോ. ആ തൊലി വളരെ മില്ലിമീറ്ററുള്ള തൊലിയാണ്. ആ തൊലി ദുനിയാവിലൊരു തീയുടെ ഒരു അംശം അവിടെ തട്ടുമ്പോഴത്തേക്കുണ്ടായ വേദന പ്രയാസത്ര മാത്രമാണ്. പരലോകത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് കൊടുക്കണ്ടോ? നരകത്തിലെ തീയുടെ ഇന്റൻസിറ്റി എന്നുള്ളത് ഇതിനേക്കാളും 69 ഇരട്ടിയാണ്. ഇതിന്റെ ഇന്റൻസിറ്റി എന്നുള്ളത്, തീവ്രത എന്നുള്ളത് ഈ ദുനിയാവിലെ തീയുടെക്കാളും 69 ഇരട്ടിയാണ് അവിടുത്തെ നരകത്തിലെ തീയുടെ. മാത്രല്ല, തൊലിയുടെ വലുപ്പം അത്രമാത്രം ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ ആലോചിച്ച് നോക്കി, ഒരു ഭീമാകരനായ ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് നരകവാസിയുടെ അവസ്ഥയെങ്കിൽ അത് ആ കത്തിയാളുന്ന നരകത്തിൽ, ഭയാനകരമായ നരകത്തിൽ കത്തിയാളുമ്പോൾ നരകത്തിലെ വിറകു കൊള്ളിയായി മാറുന്ന സമയത്ത് അവൻ അനുഭവിക്കേണ്ടി വരുന്ന ആ പ്രയാസം, വേദന എത്രമാത്രമായിരിക്കും. ഈ നരകത്തിൽ ഞാനും നിങ്ങൾ അകപ്പെട്ടാൽ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് നരകത്തെക്കുറിച്ച് ഭയപ്പെടാനും അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് എത്താനുള്ള പ്രവർത്തനമായിരിക്കണം, ആ ഒരു മുൻകരുതലുകളായിരിക്കണം നമ്മളെപ്പോഴും നമ്മൾ ചെയ്തു കൂട്ടേണ്ടത് എന്ന് പ്രത്യേകം ഉറപ്പെടുത്തുകയാണ്. അധികം ദീർഘിപ്പിക്കുന്നില്ല. റമദാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനാണ് നമ്മൾ പടിവാതിൽക്കലുള്ളത്. ഈ ഒരു അവസരം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തിക്കൂടാ. അടുത്ത റമദാനിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. എത്ര നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ ഈ റമദാനിൽ നമ്മുടെ കൂടെ ഇല്ല. അല്ലെങ്കിൽ ആരോഗ്യവാനായ എത്ര നമ്മുടെ കുടുംബക്കാരും മറ്റുമൊക്കെ ഇന്ന് രോഗശയ്യയിലായിക്കൊണ്ട് റമദാൻ നോമ്പ് നോൽക്കാൻ, റമദാൻ മാസത്തെ അത് വരവേൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഈ ഒരു അവസ്ഥ എനിക്കും നിങ്ങൾക്കും വന്നാലോ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ആലോചിച്ച് നോക്കൂ, നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഓരോ റമദാനും ഒരാൾക്ക് ലഭിക്കുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണെന്നുള്ളതാണ്. രണ്ടാളുകളെ കുറിച്ച് ഹദീസിൽ കാണാൻ സാധിക്കും. അതിൽ ആദ്യം ഒരാള് ഷഹീദായി മരണപ്പെട്ടു, രണ്ടാമത്തെ ആൾ അതിനുശേഷം 1 വർഷത്തിന് ശേഷമാണ് മരണപ്പെട്ടത്. എന്നിട്ട് സ്വർഗത്തിൽ ആദ്യം എത്തിയത് രണ്ടാമത്തെ മനുഷ്യനാണ് എന്ന് പറയപ്പെടുന്ന ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾക്ക് അത്ഭുതമായി. അപ്പൊ ചോദിച്ചു, മിൻ അയ്യി ദാലിക തഅജബൂൻ, നിങ്ങൾ അത്ഭുതപ്പെടാനുള്ള കാരണം എന്താ? അപ്പൊ അവര് സ്വാഭാവികമായിട്ട് പറഞ്ഞു, ആ ഷഹീദായ മനുഷ്യൻ ആണല്ലോ ആദ്യത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടത്, പിന്നെ രണ്ടാമത് അതിനുശേഷം 1 വർഷത്തിന് ശേഷം മരിച്ച ആ മനുഷ്യൻ എങ്ങനെയാണ് സ്വർഗത്തിലെത്തിയത്? അതിന് കാരണമായി പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലൈസ ഖദ് മക്കസ ഹാദാ ബഅദഹു സന, അദ്ദേഹം അതിനുശേഷം ഷഹീദായ മനുഷ്യൻ മരിച്ചതിന് ശേഷം 1 വർഷം അവൻ ജീവിച്ചില്ലേ? ആ സമയത്ത് അവൻ വഅദ്റക റമളാന ഫസാമ, അവൻക്ക് ലഭിച്ചില്ലേ? എന്നിട്ട് അവൻ നോമ്പ് നോറ്റില്ലേ എന്നുള്ളതാണ്. അപ്പൊ റമളാൻ ലഭിക്കുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കും, അല്ലാഹു ബല്ലിഗ്നാ റമളാൻ, അള്ളാഹു ഞങ്ങളെ റമളാനിലേക്ക് എത്തിക്കണം എന്ന് നിരന്തരം ദുആ ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് റമളാൻ എന്നുള്ളത് അത് ഖുർആന്റെ മാസമാണ്, ഖുർആൻ അവതീർണമായ മാസമാണ്. അതിലേക്ക് വേണ്ടി ധാരാളം ഖുർആൻ ഓതുവാനും അത് മനസ്സിരുത്തി പഠിക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. റമളാന്റെ പവിത്രതയായിട്ട്, ശ്രേഷ്ഠതയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദന ഹദീസിൽ കാണാം, ഇദാ ജാഅ റമളാൻ വന്നെത്തിക്കഴിഞ്ഞാൽ ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിലുള്ള സ്വർഗ കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു നൽകുന്നതാണ്. വഗുല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിലെ വാതിലുകളൊക്കെ അടക്കപ്പെടുന്നതാണ്. ഇപ്പൊ സ്വർഗത്തിലെ വാതിലുകൾ തുറക്കപ്പെടുന്ന, നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുന്ന, അതുപോലെ തന്നെ വസുഫിദത്തി ശയാത്തീൻ, പിശാചുക്കളെ ചങ്ങലക്കിടുന്ന മാസമാണ് യഥാർത്ഥത്തിൽ റമളാൻ എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു ഊർജ്ജമൊന്നും മറ്റു മാസങ്ങൾ നമുക്ക് ലഭിക്കില്ല. പിശാചുക്കൾ ചങ്ങലക്കിടപ്പെടുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ
ധാരാളമായി ഈ അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. നിരന്തരമായി നമ്മൾ ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ എന്തെല്ലാം ആവശ്യങ്ങൾ നമുക്കുണ്ട്, എത്ര എത്ര ആവശ്യങ്ങൾ സഹോദരങ്ങളെ, നമുക്ക് എത്ര ആശകളും പ്രതീക്ഷകളും നമുക്കുണ്ട്, എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ദുനിയാവും ആഖിറത്തിലുമുള്ള എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കാം. നിരന്തരം ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. പണ്ടൊരു കവി പാടിയതുപോലെ അതാണ്, യഥാർത്ഥത്തിൽ ഒരാൾ മരണപ്പെടുമ്പോൾ അവരെ അല്ല കബറെടുക്കുന്നത്, മറിച്ച് ഒരു കൂട്ടം ആശകളെയാണ്, ആഗ്രഹങ്ങളെയാണ് മറമാടപ്പെടുന്നത്. പലരുടെയും ആഗ്രഹങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ. അവർക്ക് ഇന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, വീട് വെക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, മക്കളെ കെട്ടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ പല ആഗ്രഹങ്ങളോട് കൂടിയാണ് ഒരാൾ മരണപ്പെടുന്നത്, ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാതെ. ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാകുന്ന ഒരേ ഒരു സ്ഥലം അത് സ്വർഗത്തിൽ മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, നീ നിന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ മുഴുവനും ആഗ്രഹിച്ചോളൂ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയും, ഞാൻ എൻ്റെ ആശകളൊക്കെ ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞു. അപ്പൊ അള്ളാഹ് പറയും, ആ ആഗ്രഹങ്ങളും അതിനേക്കാൾ 10 ഇരട്ടി നിനക്കുണ്ട് എന്നാണ്. സോദരാലോചിച്ച് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അത് സഫലീകരിക്കപ്പെടുന്നത്, നമുക്ക് എല്ലാ ആശകളും പൂർത്തീകരിക്കപ്പെടുന്നത് സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിന് വേണ്ടിയായിരിക്കണം നമ്മളെ ഈ റമദാനിലേക്കുള്ള ഒരുക്കം എന്ന് പ്രത്യേകം ഉറപ്പെടുത്തുകയാണ്. ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് പെടുത്തുന്ന, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മാസമാണ് റമദാൻ എന്നുള്ളത്. ദീർഘമായ ഹദീസുകൾ വായിക്കാനുള്ള സമയമില്ല, ചില സൂചനകൾ മാത്രം നൽകുകയാണ്. അവിടെ ആ സ്വർഗത്തിലെ ഈ വിഷയത്തിൽ മലക്കുകൾ അവരെ വിളിച്ചു ഓരോ രാവിലും ഇങ്ങനെ പറയുന്നതാണ്, വനാദ മുനാദിൻ, വിളിച്ചു പറയും, യാ ബാഗിൽ ഖൈർ അഖ്ബിൽ, നന്മ ആഗ്രഹിക്കുന്ന ആളുകളെ ഈ റമദാനിൽ ധാരാളം നന്മകൾ ചെയ്യുവിൻ, അതിന് മുന്നിടുവിൻ എന്ന് അവരോട് പറയുന്നതാണ്. ഷെറുകൾ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ആളുകളെ ആ ഷെറിന്റെ വാതിലുകളൊക്കെ നിങ്ങൾ അത് കൊട്ടി അടച്ചുകൊള്ളൂ എന്ന് അവരോട് പറയുന്നതാണ്, ഉപദേശിക്കുന്നതാണ് ആ മലക്കുകൾ. മാത്രല്ല, എന്നിട്ട് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലില്ലാഹി ഉതഖാ വദാലിക ഫീ കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രികളിലും ധാരാളം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. നമ്മളൊക്കെ ആഗ്രഹമല്ലേ സഹോദരങ്ങളെ, നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അത്രമാത്രമുണ്ട്. അതൊക്കെ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ, ദുആ ചെയ്യാനുള്ള ഒരു അവസരമാണ് നമുക്ക് റമദാനിൽ. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നിരന്തരം ദുആ ചെയ്യാനുള്ള, ഇബാദത്തുകൾ ചെയ്യാനുള്ള, അള്ളാഹുലേക്ക് അടുക്കുവാനുള്ള ഒരു മാസമാണ് റമദാൻ എന്നുള്ളത്. ആ മാസത്തേക്ക് വേണ്ടി മാത്രം ഒരിക്കലും നമ്മൾ അമൽ ചെയ്യരുത്, മറിച്ച് നമ്മുടെ ഈ മാസം എന്നുള്ളത് നമ്മുടെ മാറ്റത്തിന് വേണ്ടിയുള്ള മാസമാണ്. തുടർന്ന് മരണം വരെ ഈ റമദാനിൽ ലഭിക്കുന്ന ഊർജം നമുക്ക് കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറിയപ്പോൾ ഒരു ആമീൻ പറഞ്ഞ സന്ദർഭം നമുക്കറിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആതാന ജിബ്രീൽ, എന്നിട്ട് പറഞ്ഞു, ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, റഗീമാൻ ഫംറിൻ അദ്റക റമദാന ഫലം യുഗ്ഫർ ലഹ്, ഒരാൾക്ക് റമദാൻ വന്നെത്തിയിട്ടും അവൻക്ക് പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ലെങ്കിൽ അവൻക്ക് നാശം ഉണ്ടാകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു. അപ്പൊ ആരാണ് ആമീൻ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറയാം. സഹോദരങ്ങളെ, ഇതാവരുത് നമ്മുടെ അവസ്ഥ. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞവരുടെ കൂട്ടത്തിൽ, അഥവാ റമദാൻ വന്നെത്തിയിട്ടും ആ സൗഭാഗ്യം വന്നെത്തിയിട്ടും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാത്തൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കാര്യങ്ങൾ കൊണ്ട്, നമ്മുടെ ജീവിത ക്രമങ്ങൾ കൊണ്ട് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എല്ലാറ്റിനും ഒരു ക്രമീകരണം, ഇബാദത്തുകൾക്ക് ഒരു ക്രമീകരണം, കുടുംബത്തോടൊപ്പമുള്ള സമയത്തിനൊരു ക്രമീകരണം, അതുപോലെ തന്നെ ജോലിയിലും കച്ചവടത്തിലും ഒക്കെ ക്രമീകരിച്ചുകൊണ്ട് മറ്റുള്ള എല്ലാ ഇബാദത്തുകളിലും സജ്ജമാകാൻ, ധാരാളമായി അള്ളാഹുലേക്ക് അടുക്കുവാൻ, ഖിയാമുൽ ലൈലുകൾ, അതുപോലെ തന്നെ ഇഅ്തികാഫ് പറ്റുന്നവർ, അങ്ങനെ ധാരാളമായി അള്ളാഹുലേക്ക് അടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ, പ്രത്യേകം ഉറപ്പെടുത്താനുള്ള പല ആളുകൾക്കുള്ള ഒരു പ്രശ്നം, എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരുമെന്നാണ്. ധാരാളം ഈ പാപങ്ങൾ പണ്ട് മുതലേ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്, അതൊക്കെ എനിക്ക് പുറത്തു തരും എന്നുള്ളതാണ്. സഹോദരൻ, ഒരു ചിന്ത പോലും നമുക്ക് ഭാഗത്തുണ്ടാകാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശരാവരുത് എന്നുള്ളതാണ്. അപ്പോ ഒരിക്കലും നിരാശരാവുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. നിരന്തരം നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. 100 ആളുകളെ കൊന്ന ആ ഒരു മനുഷ്യർക്ക്, ബനൂ ഇസ്രായേലിലെ മനുഷ്യർക്ക് അള്ളാഹു പുറത്തു കൊടുത്തൊരു സംഭവം ഒക്കെ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്. ആ 100 ആളുകളെ കൊന്ന മനുഷ്യർക്ക് അള്ളാഹു പുറത്തു തന്നിട്ടുണ്ടെങ്കിൽ, ഇത്രയൊന്നും പാപം ചെയ്യാത്ത എനിക്ക് അള്ളാഹു പുറത്തു നൽകും. പക്ഷെ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, നമ്മള് ഇഖ്ലാസോടുകൂടി യഥാർത്ഥ തൗബത്തൻ നസൂഹ, നസൂഹായിട്ടുള്ള തൗബ, യഥാർത്ഥ നിഷ്കളങ്കമായ തൗബ, അത് നമ്മളെ ഭാഗത്ത് ഉണ്ടാകണം എന്നാണ്. തൗബ എന്ന് പറഞ്ഞ പല ആളുകളും ധരിച്ചിരിക്കുന്നത് റമദാൻ 27 ഒരു പുസ്തകം തുറന്നിട്ട് ഇങ്ങനെ വായിക്കലെന്നാണ്.
അങ്ങനെയല്ല സഹോദരങ്ങൾ, നമ്മളെ പാപങ്ങളൊക്കെ അള്ളാഹുവിനോട് ഏറ്റുപറയാം. ഇനി ഒരിക്കലും ആ പാപത്തിലേക്ക് തിരിച്ചു പോകില്ല എന്ന് ദൃഢമായ ഒരു ഉറപ്പുണ്ടാകാം. എന്റെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ, തൗബ സ്വീകരിക്കണമെന്ന് ദുആ ചെയ്യുക, നമ്മൾ പാപങ്ങൾ പുറത്തുതന്നെ ദുആ ചെയ്യാം. അതുപോലെ തന്നെ മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകളാണെങ്കിൽ അത് കൊടുത്തുവിട്ട ഈ രൂപത്തിലൊക്കെയാണ് നമ്മൾ തൗബ ചെയ്യേണ്ടത്. നമ്മൾ യഥാർത്ഥ തൗബ ചെയ്ത് യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിച്ചുകൊണ്ട് അള്ളാഹു സ്വീകരിക്കുന്ന റമദാൻ അത് കരഗതമാക്കാനുള്ള തൗഫീക്ക് അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതും രഹസ്യം പരസ്യം ഒറ്റക്കും കൂട്ടമായി ചെയ്തു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك الجنة وما قرب إليها من قول وعمل، ونعوذ بك من النار وما قرب إليها من قول وعمل. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات. ربنا رب ارحمهما كما ربيانا صغارا. اللهم اصلح ذرياتنا، اللهم اصلح نياتنا. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. الله تعالى اعلم، وصلى الله وسلم على نبينا محمد وعلى اله وصحبه وسلم.